ഭീഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി കൊണ്ടുവരുന്നത് കാത്ത് ചന്ദ്രയും നിർമ്മലയൊക്കെ വീട്ടിൻ്റെ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അതിനെ കാണുന്നില്ല എന്നൊക്കെ നിർമ്മല ഇങ്ങനെ പറയുമ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ വരുമെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അല്പസമയത്തിനകം അവർ വരുന്നുണ്ട്. അപ്പോൾ കാർ അങ്ങോട്ട് വരുമ്പോൾ നിർമ്മല ഓടിച്ചേരുന്ന മോനെയെന്നും പറഞ്ഞ് പിടിക്കുകയാണ്. അന്നേരം എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ ഇങ്ങനെ പിടിക്കുകയെന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം നിർമ്മല പറയുകയാണ്, നീ അല്ല പിന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ട്, നീ അങ്ങോട്ട് മാറി നിന്നേ, അവനെ ഞാൻ കൊണ്ടുപോയി കിടത്തിക്കോളാം എന്ന് പറയുകയാണ്. അന്നേരം ഇത് തന്നെയല്ലേ പിന്നെ ഞാൻ അമ്മയോടും പറഞ്ഞത്, എന്നെ ആരും പിടിക്കുമൊന്നും വേണ്ട, എന്നെ രോഗിയാക്കാനുള്ള ശ്രമമൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അന്നേരം ഡോക്ടർ പറഞ്ഞു, എന്തായാലും നീ കേട്ടേ മതിയാവും, ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് മഹേന്ദ്രൻ പിടിച്ചുകൊണ്ട് വരികയാണ്. അന്നേരം എന്നെ പിടിക്കുമൊന്നും വേണ്ട എന്നിങ്ങനെ റൂം എത്തുന്നവരെ ശിവൻ പറയുന്നുണ്ട്. എന്നിട്ട് നീ തൽക്കാലം കിടക്കുക എന്ന് പറഞ്ഞിട്ട് തലവണയൊക്കെ എടുത്ത് വെച്ച് കട്ടിലേക്ക് ശിവനെ കിടക്കാനായിട്ട് മഹേന്ദ്രൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷീറ്റൊക്കെ എടുത്ത് മൂടി കൊടുക്കുകയാണ്. അന്നേരം ഇതെന്താ വെച്ചാൽ ഇത് എന്നെ മൂടി പൊതിച്ചിവിടെ ഉറക്കാനുള്ള ശ്രമമാണോ, അതൊന്നും പറ്റില്ല എന്ന് പറയുക. അന്നേരം എന്തായാലും ഒരാഴ്ച നീ റെസ്റ്റ് എടുത്തേ മതിയാവും, ഡോക്ടർ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഒരാഴ്ച ഇത് 1 മണിക്കൂർ പോലും തികച്ച് എനിക്കിവിടെ കിടക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നീ അനുസരിച്ചേ പറ്റൂ എന്നൊക്കെ മഹേന്ദ്രൻ നിർമ്മലയും പറയുന്നുണ്ട്. ചന്ദ്ര ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരത്തേക്ക് ഗുളിക എടുത്തുകൊണ്ട് വന്നൊക്കെ ചന്ദ്രയോട് മഹേന്ദ്രൻ പറയുന്നുണ്ട്. ചന്ദ്ര എടുത്തുകൊണ്ട് വരികയാണ്. ഈ സമയത്ത് സ്വാമി അവിടെ മുറ്റത്ത് കാറിൽ വന്നിട്ട് റൂമിലേക്ക് നേരെ ഓടി വരുന്നുണ്ട്. മഹേന്ദ്രൻ സാറേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ നീ ഗുളിക നിർമ്മലയോട് പറയുന്നുണ്ട്, നീ ഗുളിക കൊടുക്ക്, ഇത്രയും നേരം ഞാനും എൻ്റെ ഒന്ന് വഴക്ക് കേട്ടില്ലേ, ഇനി ബാക്കി നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് വാ സ്വാമി എന്ന് പറഞ്ഞ് സ്വാമിയെ വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് നിർമ്മല അങ്ങോട്ട് ഗുളിക കൊടുക്കുമ്പോൾ അവിടെ എങ്ങാനും വച്ചേരം, ഞാൻ പിന്നെ എങ്ങനെ കഴിച്ചോളാം എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്നെ വഴക്ക് കേൾപ്പിക്കുമോ, അങ്ങോട്ട് എഴുന്നേറ്റെന്ന് പറഞ്ഞിട്ട് ഗുളിക കൊടുക്കുന്നുണ്ട്. അതേസമയം അവിടെ സ്വാമി വന്ന കാര്യം ചോദിക്കുന്നുണ്ട് മഹേന്ദ്രൻ. അന്നേരം പറയുകയാണ്, കാഹളത്തിൻ്റെ ശബ്ദം ഇന്നലെ പൂർണ്ണമായിട്ടും നിലപ്പിക്കാനായിട്ട് സാധിച്ചില്ല, ഇടയ്ക്ക് ഏതോ പോലീസുകാർ കയറി വന്നു, അയാളിനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആകെ അതൊരു പ്രശ്നമാവും എന്ന് പറയുമ്പോൾ അത് പ്രശ്നം തന്നെയാണ്, എങ്ങനെയെങ്കിലും അയാളെ അങ്ങോട്ട് തീർക്കാൻ നോക്ക് എന്നിങ്ങനെ മഹേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ കാഹളത്തെ ഇല്ലാതാക്കാൻ വിട്ടത് ഈ മഹേന്ദ്രൻ്റെ ആൾക്കാർ തന്നെയാണ്. ഇതേ സമയത്ത് അവിടെയാണെങ്കിൽ മുറ്റത്ത് യോഹന്നാനും എൽസമ്മയും കൂടി വരികയാണ്. കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് സ്വാമിയോട് പോയി നോക്കാം മഹേന്ദ്രൻ പറയുന്നുണ്ട്. സ്വാമി മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ അവരെ കാണുകയാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ യോഹന്നാൻ വളരെ വിനയത്തോടെ സംസാരിക്കുകയാണ്. മഹേന്ദ്രനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ വരുമെന്ന് പറഞ്ഞ് സ്വാമി വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം ആരാന്നിങ്ങനെ സ്വാമിയാണ് ആദ്യം അകത്തേക്ക് കയറുന്നത്. മഹേന്ദ്രൻ ചോദിക്കുമ്പോൾ ദൈവര് എന്ന് പറഞ്ഞിട്ട് യോഹന്നാനും ഭാര്യയും കാണിക്കുകയാണ്. അന്നേരം മഹേന്ദ്രൻ ഇങ്ങനെ നോക്കിയാണ്. അന്നേരം ശിവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി കൊണ്ടുവന്നെന്ന് അറിഞ്ഞു. അപ്പോൾ ഒന്ന് കാര്യങ്ങളൊന്ന് തിരക്കിയിട്ട് പോകാമെന്ന് പറയുമ്പോൾ മഹേന്ദ്രൻ ആണെങ്കിൽ യോഹന്നാനെ ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. എന്നിട്ട് പറയുന്നത്, സ്വാമി ശിവൻ്റെ റൂം ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറയുക. അന്നേരം യോഹന്നാൻ മനസ്സിൽ കരുതുന്നുണ്ട്, വന്നത് മുതലാളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. എന്നിട്ട് വാത്സമയം എന്ന് വിളിച്ചുകൊണ്ട് ശിവൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ശിവൻ ഇങ്ങനെ ഗുളിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ തല ചാരി ഇങ്ങനെ ഭിത്തിയിലേക്ക് ഇരിക്കുകയാണ്. അന്നേരം ഇതിലും പരിതാപകരമായ അവസ്ഥയിൽ നിന്നെ എനിക്ക് കാണേണ്ടി വരും, 2 ആഴ്ചയ്ക്കുള്ളിൽ നിൻ്റെ ചീട്ട് ഞാൻ കീറുമെന്നൊക്കെ ഇങ്ങനെ യോഹന്നാൻ ഇത് കണ്ടിട്ട് മനസ്സിൽ കരുതുകയാണ്. എന്നിട്ട് ശിവൻ കുഞ്ഞേന്ന് ഇങ്ങനെ സ്വാമി വിളിക്കുമ്പോൾ ശിവൻ ഇങ്ങനെ കണ്ണുറന്ന് നോക്കുന്നുണ്ട്. അന്നേരം യോഹന്നാനെ കാണുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ അങ്ങോട്ട് ചിരിക്കുകയാണ്. അന്നേരം നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് സ്വാമി അങ്ങ് വെളിയിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് യോഹന്നാനാണെങ്കിൽ ശിവൻ്റെ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ഭാവി മരുമകനെ ഒന്ന് കാണാൻ വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഈ സുഖകരങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്ന നാട്ടുനടപ്പല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം കൊല്ലാനായിട്ട് വിട്ടവൻ്റെ അടിനാഫി നോക്കി ഞാനൊരു ചവിട്ട്, മർമ്മം നോക്കി ഞാനൊരു ചവിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വേദന അവൻ ഇന്ന് മുതൽ അനുഭവിച്ച് തുടങ്ങി കാണും, അന്ന് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുക. എന്നിട്ട് വന്നിരിക്കുന്നു എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ എൽസമ്മ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം യോഹന്നാൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലേ എന്ന്. അന്നേരം പിന്നെ മനസ്സിലാവാതെ പിന്നെ നീ സംബന്ധം കൂടാനായിട്ട് കല്യാണം കൂടാനായിട്ട് വന്നപ്പോൾ നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് കരുതി, പക്ഷെ ഒരിക്കലും നന്നാവാനായിട്ട് പോകുന്നില്ല, പിന്നെയും നീ എൻ്റെ ജീവൻ എടുക്കാനായിട്ട് ആളെ വിട്ടിരിക്കുന്നു, ഇത് അച്ഛൻ അറിഞ്ഞിട്ടില്ല, അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ നീ ഇവിടെ നിന്ന് ജീവനോട് പോയില്ല യോഹന്നാനെ എന്നിങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രൻ ഇത് കേട്ടുകൊണ്ടിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കയറി. മഹേന്ദ്രൻ ഇതെല്ലാം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്നിട്ടും പറയുന്നുണ്ട്, ശിവൻ അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൊല്ലാനായിട്ട് ആളെ വിട്ടത് യോഹന്നാനാണ് എന്നുള്ളത് ഇവിടെ മഹേന്ദ്രൻ കേൾക്കുകയാണ്. അന്നേരം നീ പിന്നെയും എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ടത്തേക്ക് കയറി വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് യോഹന്നാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മഹേന്ദ്രനെ കാണുകയാണ്. മഹേന്ദ്രൻ ആകെ ദേഷ്യത്തോടെ വന്നിട്ട് ഈ യോഹന്നാൻ്റെ ഷർട്ടിനങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ആളെ വിട്ടു അല്ലേ എന്നും പറഞ്ഞിട്ട് തല്ലും ബഹളമൊക്കെ ആവുകയാണ്. പക്ഷേ അന്നേരത്തേക്ക് ഈ യോഹന്നാൻ ആദ്യമൊന്നും മിണ്ടുന്നില്ല. നിർമ്മലയും ചന്ദ്രയൊക്കെ സ്വാമിയൊക്കെ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ അന്നേരത്തേക്ക് ഈ ഒരു ബഹളമൊക്കെ കണ്ടുകൊണ്ട് ശിവൻ പതി എഴുന്നേൽക്കാനായിട്ട് പോകുമ്പോൾ ശിവൻ ഇങ്ങനെ നെഞ്ചത്തിങ്ങനെ കൈവയ്ക്കുന്നുണ്ട്, ഇടത് നെഞ്ചത്തിങ്ങനെ കൈവയ്ക്കുകയാണ്. അപ്പോൾ ശിവൻ എഴുന്നേൽക്കും എന്ന് തോന്നുമ്പോൾ മഹേന്ദ്രനാണെങ്കിൽ പെട്ടെന്ന് യോഹന്നാനെ അങ്ങ്
വിടുന്നുണ്ട്. എന്നിട്ട് ശിവൻ എഴുന്നേക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ അടുത്തേക്ക് വരികയാണ്. അന്നേരം പെണ്ണുമരണ ഏറ്റുവാങ്ങാതെ പോകാൻ നോക്കടോ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് പോ പെണ്ണുപിള്ള എന്നിങ്ങനെ എൽസമ്മയോടും പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വീണ്ടും യോഹന്നാൻ സംസാരിക്കുകയാണ്. നിൻ്റെ അവസാനം കാണാൻ തന്നെയാണ്, അത് ഞാൻ കണ്ടിരിക്കും, നാട് റോഡിലിട്ടെങ്കിലും നിന്നെ ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ യോഹന്നാൻ പറയുമ്പോൾ മഹേന്ദ്രൻ ശിവൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. കലിയേറി അവസാനം യോഹന്നാനെ പിടിച്ച് 2 പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ടാണ് അവസാനം ശിവൻ വീണ്ടും എഴുന്നേക്കുമെന്ന് തോന്നുമ്പോൾ വീണ്ടും മഹേന്ദ്രൻ യോഹന്നാനെ വിടുന്നുണ്ട്. ശിവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നീ എഴുന്നേക്കണ്ട എന്ന് പറയുകയാണ്. അന്നേരമാണ് ശിവൻ പറയുന്നത് വിളിച്ചുകൊണ്ട് പോ പെണ്ണുപിള്ള എന്ന് പറയുമ്പോൾ അവസാനം മഹേന്ദ്രൻ ഇറങ്ങി പോകുന്നുണ്ട്. ഇത് ഞാൻ അവസാനിപ്പിക്കില്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നതെന്നൊക്കെ കുറേയൊക്കെ വെല്ലുവിളിച്ചിട്ട് യോഹന്നാൻ സമയം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവുകയാണ്. അവസാനം മഹേന്ദ്രനോട് ശിവൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഉള്ള ഒരുത്തൻ്റെ വീട്ടിലേക്ക്, എന്നെ തീർക്കാൻ നടക്കുന്ന ഒരുത്തൻ്റെ വീട്ടിലേക്ക് ഡെയ്സിയും കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ കയറി ചെല്ലണോ? അതുകൊണ്ടാണ് അവളെ ഓർത്ത് മാത്രമാണ് ഞാനിതൊക്കെ ക്ഷമിച്ചതെന്നൊക്കെ ആദ്യം ശിവനാണെങ്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണ്ടാന്നൊക്കെ ശിവനോടെ പറയുകയാണ്. അപ്പോൾ ശിവനോടെ കല്യാണം കഴിച്ചതൊക്കെ പിന്നീട് എന്താകുമെന്ന് കാണിക്കുന്നില്ല. അന്നേരം മഹേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഇതെന്താകും എന്നുള്ള രീതിക്ക്. ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ ഭാമയാണെങ്കിൽ റൂമിലിങ്ങനെ കട്ടിലിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ശാലിനി ആ തലേ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭാമ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. എൻ്റെ ഔദാര്യമായിട്ട് ഇത്രയും കാലം എൻ്റെ മകളെ വളർത്താൻ തന്നത് എൻ്റെ ഭിക്ഷയാണെന്ന് കെട്ടിയാൽ മതി, നിന്നെ പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ പോലും നിനക്ക് തന്നില്ലേ, എന്നിട്ട് നീ അഹങ്കരിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്യാമയോട് പറഞ്ഞ് ശാലിനി ഇങ്ങനെ സത്യഭാമ ഇങ്ങനെ ഓർത്തിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് രോഹിത്താണെങ്കിൽ സത്യഭാമയ്ക്കുള്ള ഗുളികയും വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അന്നേരം സത്യാമ്മയും ഗുളിക കഴിക്കണമെന്നും പറഞ്ഞ് വരികയാണ് രോഹിത്ത്. അന്നേരം എൻ്റെ മാനസികതയെല്ലാം തെറ്റിച്ചിട്ട് നീ എനിക്ക് ഗുളികയായിട്ട് വരുന്നോടാ എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങോട്ട് തട്ടി അങ്ങോട്ട് തെറിപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത് നിൻ്റെ ഭാര്യ എവിടെ, എന്നെ ചതിച്ച് നിൻ്റെ ഭാര്യ എവിടെ, അവളെ ഇങ്ങോട്ട് വിളിക്ക് എന്നിങ്ങനെ പറയുക. രോഹിത്ത് ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ശാരദാമ്മ ഓടി വരുന്നുണ്ട്. എന്നിട്ട് സത്യാമ്മ സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി അതൊക്കെ ആലോചിച്ച് വലിയ സംഭവമാക്കണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇത് നടന്നത് ശാരദാമ്മയുടെ കുടുംബശ്രീ വീട്ടിലല്ല, എൻ്റെ വീട്ടിലാണ്, അത് തിരുത്തുക തന്നെ വേണം, അവൾ എവിടെ, ഇങ്ങോട്ട് വിളിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമയാണെങ്കിൽ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. അന്നേരം എവിടെ ഉണ്ടെന്ന്, ഈ വീട്ടിലോ, ഇനി ഇവിടെ നിനക്ക് നിൽക്കാനുള്ള അധികാരമില്ല, അവകാശമില്ല, നീ എന്നെ ചതിച്ചവളാണ് എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ട് നീ നിൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണോ? അന്നേരം സത്യാമ്മയും ഞാൻ പറയുന്നൊന്ന് കേൾക്കെന്നിങ്ങനെ രോഹിത്ത് പറയുമ്പോൾ നീ പറയുന്നത് ഞാനല്ല, നീ എൻ്റെ മകനായിട്ട് ജീവിക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് നീ കേൾക്കേണ്ടത്, അതുകൊണ്ട് ഇവളെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിക്കൊള്ളണം, ഇവളെന്നെ ചതിച്ചവളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ മുറിക്ക് പുറത്തു നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. രാഘവൻ നായർ വേണം എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അതെ, ഈ ഇതിൽ ഭാമ പറയുന്നത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എടാ രോഹിത്തെ, നീ അവളെ വിളിച്ചുകൊണ്ട് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ വിഷ്ണു വന്നാലുണ്ടല്ലോ എല്ലാത്തിനെയും പുറത്താക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രാഘവൻ നായർ. അന്നേരമാണെങ്കിൽ ഇറങ്ങടി എന്ന് പറഞ്ഞിട്ട് ഭാമയാണെങ്കിൽ ശ്യാമയെ പിടിച്ചു വലിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നിട്ട് തറയിലേക്ക് അങ്ങോട്ട് തള്ളുകയാണ്. അന്നേരം ശ്യാമ ചെന്ന് വീഴുന്നുണ്ട്. അന്നേരം ഇത് ശാരദാമ്മ അയ്യോ മോളെ എന്ന് വിളിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് പൊന്നിയോടൊപ്പം പിന്നെ സത്യയും പപ്പിയും കൂടി വരുന്നുണ്ട്. പപ്പി അമ്മയെന്നും പറഞ്ഞ് ഓടി വന്നിട്ട് ശ്യാമയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ സങ്കടത്തോടെ കുട്ടിയെ നോക്കുന്നുണ്ട്. അന്നേരം എൻ്റെ പൊന്നു മോളെ എന്ന് വിളിച്ച് കുട്ടിയുടെ നെറ്റിയിലും കവിളിലും ഒക്കെ ഉമ്മ കൊടുക്കുകയാണ്. അന്നേരം സത്യഭാമ പെട്ടെന്ന് പപ്പിയെ പിടിച്ചു മാറ്റുകയാണ്. നിൻ്റെ മോളോ, പിന്നെ ഇവളുടെ മേലിൽ നിനക്ക് ഒരു അധികാരവും അവകാശവും ഇല്ല, നിൻ്റെ ചേച്ചിയും ഇന്നലെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം, ചീത്തയായ സാധനങ്ങൾ വീട്ടിൽ നിന്നാൽ നല്ല സാധനങ്ങളും കൂടി ചീത്തയാകും, അതുകൊണ്ട് പൊയ്ക്കൊള്ളണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ്. അന്നേരം രാഘവൻ നായർ അത് തന്നെയാണ് പറയുന്നത്. രോഹിത്തൊന്നും പറയാനാവാതെ നിൽക്കുകയാണ്. ശാരദാമ്മ അതേപോലെ നിൽക്കുമ്പോൾ ഇറങ്ങിക്കൊള്ളണം എന്നിങ്ങനെ ഭാമ ഒന്നുകൂടി പറഞ്ഞു നിൽക്കുമ്പോൾ ഭാമയ്ക്ക് തല ഇങ്ങോട്ട് കറങ്ങുകയാണ്. ഭാമ ഇങ്ങോട്ട് സെറ്റിയിലേക്ക് വീഴുന്നുണ്ട്. അന്നേരം അയ്യോ സത്യാമ്മയെന്നും പറഞ്ഞിട്ട് ശാരദാമ്മ പിടിക്കുന്നുണ്ട്. പൊന്നി വെള്ളം എടുക്കാനൊക്കെ പോവുകയാണ്. അന്നേരം രാഘവൻ നായർ ഭാമ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിള്ളയോട് പറയുന്നുണ്ട്, രോഹിത്തിനോടും പറയുന്നുണ്ട് വിഷ്ണുവിനെ വിളി, എന്തെങ്കിലും ചെയ്യുക, വിഷ്ണുവിനെ വിളിക്കുക, അവൻ വന്നാലുണ്ടല്ലോ ഈ പ്രശ്നം തീർക്കത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടി തമ്മിൽ ചാവും എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ പരസ്പരം ബന്ധമില്ലാതെ പറയുമ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ശാരദാമ്മയാണെങ്കിൽ സത്യഭാമയുടെ കൈയൊക്കെ ഇങ്ങനെ തിരികെ കൊടുക്കുന്നുണ്ട്. അന്നേരം ഈ വീട്ടിൽ ദൈവമേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇതൊക്കെ നേരിടാനുള്ള ഒരു ശക്തി തരണേ, അല്പം കരുണ ഈ കുടുംബത്തോട് കാണിക്കണേ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ മനമുരുകി പ്രാർത്ഥിക്കുകയാണ്.
ഇതേസമയം തിരികെ വീട്ടിലെത്തിയ യോഹന്നാനാണെങ്കിൽ ഡെയ്സിയോട് ആകപ്പാടെ ദേഷ്യപ്പെടുകയാണ്. എൽസമ്മയും കൂടെ ഉണ്ട്. എടി, നിന്റെ മകള് അവിടുത്തെ വിശേഷങ്ങൾ അറിയാനായിട്ട് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുന്നതില്ലേ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി വിശേഷങ്ങൾ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്താ അവിടെ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെ ഉണ്ടായ വിശേഷങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി എന്ന് യോഹന്നാൻ പറയുകയാണ്. അന്നേരം ഇങ്ങനെ ഇത്രയും ഇഷ്ടമില്ലാത്ത, ഇത്രയും തോന്നിയാസെ കാണിച്ചെടുക്കുന്ന ഒരുത്തനെയാണല്ലോ നീ, എങ്ങനെ അവനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ എൽസമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ യോഹന്നാൻ പറയുന്നുണ്ട്, അവന് നിന്നെ വേണ്ടാന്ന്, നിന്നെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കാനാണ് പറയുന്നത്. എത്ര മോശമായിട്ടാണെന്നറിയാമോ നമ്മളോട് പെരുമാറിയത്, നമ്മളവിടെ നിന്ന് അടിച്ചിറക്ക് വരെ ചെയ്തു എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഡെയ്സി ഇതങ്ങോട്ട് ആദ്യം വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അന്നേരം ഇത് കേട്ടുകൊണ്ട് ആൻ്റണി വരുന്നുണ്ട്. അവൻ്റെ അച്ഛൻ അവിടെ ഇല്ലായിരുന്നോ, മഹേന്ദ്രൻ, അയാളല്ലേ വിവാഹം നിശ്ചയിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും കൂടി ചേർന്ന് കൂട്ടത്തോടെയാണ് ആക്രമിച്ചത്, വല്ലവരുടെയും ആയിരിക്കുന്നത്, നമ്മൾ എന്തിനാ കേൾക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ എൽസമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ഡെയ്സി പറയുന്നുണ്ട്, ഇല്ല ഇതെങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ ആൻ്റണിയും പറയുന്നുണ്ട്, ഇങ്ങനെ പിന്നെ നിന്നെ വേണ്ടാത്ത ഒരുത്തനെ നീ എന്തിനാണ് കാത്തിരിക്കുന്നത്, അവന് നിന്നെ വേണ്ട, തള്ളി പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ശിവൻ ചിലപ്പോൾ നിങ്ങളെയൊക്കെ തള്ളി പറയായിരിക്കും, എന്നെ ഒരിക്കലും തള്ളി പറയില്ല എന്നിങ്ങനെ ഡെയ്സി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അന്നേരം നിന്നെ വേണ്ടാത്ത ഒരാളിനെ നിനക്ക് എന്തിനാണ്, ശിവൻ നിന്നെ തള്ളി പറഞ്ഞ സ്ഥിതിക്ക് നീ വേറെ ഞങ്ങൾ പറയുന്ന ആളിനെ നീ മിന്നു കെട്ടണം, വിവാഹം കഴിക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഡെയ്സി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം അതല്ലാതെ നിനക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഡെയ്സി ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, നിന്നെ കല്യാണം കഴിക്കാനായിട്ട് എന്തുകൊണ്ട് യോഗ്യനായ ഒരുത്തൻ്റെ ഡേവിസ് ഇവിടെ ഉണ്ട്, നീ ഇത്രയൊക്കെ കാണിച്ചിട്ടു അവന് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഡേവിസും വരുന്നുണ്ട്. അതെ, അങ്കിള് പറഞ്ഞത് കറക്റ്റാണ്, നിനക്ക് എന്നോട് ഇഷ്ടക്കുറവൊന്നും ഇല്ല എന്നറിയാം, പക്ഷേ ശിവനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് നിനക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് എന്നിങ്ങനെ പറയുമ്പോൾ ഇപ്പോഴും ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്നൊക്കെ പറയുമ്പോൾ ഡെയ്സി ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ നിൽക്കുകയാണ്. ശിവൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞു, തള്ളി പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പനെയും പിന്നെ ഞങ്ങളെയും കാലപുരിക്ക് അയക്കാൻ നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് കല്യാണ പെണ്ണായിട്ട് ചെന്ന് കയറണോ നിനക്ക് എന്നൊക്കെ ഇങ്ങനെ എൽസമ്മ ചോദിക്കുന്നുണ്ട്. ആലോചിച്ച് ആകെ കൺഫ്യൂഷനായിട്ട് പിന്നെ ഡെയ്സി നിൽക്കുന്നുണ്ട്. പക്ഷേ യോഹന്നാനും ആൻ്റണിയും എൽസമ്മയും ഡേവിസും എല്ലാവരും കൂടി കൂട്ടിച്ചേർന്നുള്ള ഒരു കളിയാണിതെന്നുള്ളത് ഡെയ്സിക്ക് മനസ്സിലാവുന്നുമില്ല. പക്ഷേ ഇനിയൊരു വിഷയം ഡെയ്സി പിന്നെ ശിവനെ ഫോൺ വിളിക്കുമ്പോൾ ശിവൻ ചിലപ്പോൾ ഇഷ്ടമില്ലാതെയൊക്കെ സംസാരിക്കും. അപ്പോൾ ഡെയ്സിയും വിചാരിക്കും ശിവന് തന്നെ ഇഷ്ടമല്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ. അതൊക്കെ എന്താണെന്നുള്ള നമുക്ക് എപ്പിസോഡ് വരുമ്പം കാണാം. പക്ഷേ ഇവിടെ ശാരദാമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്, അപ്പോൾ ഈ ഒരു കുടുംബത്തോട് കരുണ കാണണം എന്നുള്ളത്. ശാരദാമ്മയുടെ പ്രാർത്ഥനയൊന്നും വെറുതെ ആവില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷ്ണുവിൻ്റെ തിരിച്ചു വരവിന് വേണ്ടിയുള്ള നാളുകളാണ് ഇനി അടുത്ത് വന്നിരിക്കുന്നത്. അതൊക്കെ വരുമ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു.